നവോത്ഥാന സദസ്സിൽ നിന്ന് 8 വർഷം കഴിയുമ്പോൾ അയ്യപ്പ സംഗമത്തിലേക്ക് മാറിയത് ആരാണ്? NSS അല്ല, CPM ആണ്. നിലപാട് മാറിയത് CPM-നാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അയ്യപ്പ സംഗമം നടന്നതുകൊണ്ട് ശബരിമലയ്ക്ക് ഉണ്ടാകുന്ന ഗുണഗണങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ അന്നും പറഞ്ഞു അതൊരു വളരെ നല്ല കാര്യമാണ്. കേരളത്തിലെ ശബരിമല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യം. അത് വടക്കേ ഇന്ത്യയിലെയോ തെക്കേ ഇന്ത്യയിലെയോ ഒക്കെ മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾക്കാൾ വളരെ വലുതാകട്ടെ. പക്ഷേ നമ്മളിന്ന് രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ 8 വർഷം കൊണ്ട് CPM-നുണ്ടായ പരിണാമമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആചാര സംരക്ഷകർ എന്ന ഒരു നിലപാടിലേക്ക് CPM വരുന്നു. എവിടുന്നാണ്? നവോത്ഥാന സദസ്സുകൾ നവോത്ഥാനം വേണം എന്ന് പറഞ്ഞെടുത്തു നിന്ന് ആചാരം സംരക്ഷിച്ച് കളയും എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് മാറുകയാണ്. അല്പം മുമ്പ് സ്മൃതിയുടെ ചർച്ചയിൽ ഒരു നിഷ്കളങ്കനായ രാഷ്ട്രീയ നിരീക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, പിണറായി വിജയന് സ്ത്രീകളെ കയറ്റുന്ന അടക്കമുള്ള പാർട്ടി നിലപാട് പറയാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ അവസരമാണ് എന്ന് പറയുന്നു. സർക്കാസമാണെന്ന് അറിയില്ല, അദ്ദേഹം ഏത് ലോകത്താണ് ജീവിക്കുന്നത് അറിയില്ല. അപ്പം തന്നെ അപകടം മനസ്സിലായി CPM-ൻ്റെ പ്രതിനിധി ഇടപെട്ട് പറഞ്ഞു, അങ്ങനെ ഒരു പരിപാടിയെ ഞങ്ങൾക്കില്ല, സ്ത്രീകളെ ഞങ്ങൾ ആ പരിസരത്ത് പോലും അടുപ്പിക്കില്ല എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അത് തിരിച്ചു പറയുകയും ചെയ്തു. അപ്പോൾ ആചാര സംരക്ഷണമാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കുന്ന CPM-നെയാണ് 8 വർഷം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത്.